ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്കിതിലേക്ക് ചെറിയൊരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള നല്ല ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ അവിടെ ചോപ്പറിലിട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം കട്ടിയില്ലാത്ത രീതിയിൽ അരിഞ്ഞെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2-1/4 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഒരുമിച്ച് പേസ്റ്റ് ആക്കി എടുത്തതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ഉള്ളിയൊന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ഏകദേശം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ പൊടികൾ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണിനടുത്ത് മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഗരം മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയുടെ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള 1 കപ്പ് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓപ്ഷനിലാണ് കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് കിട്ടുക. അപ്പോൾ 1 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലയിൽ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്കുള്ള ഉപ്പ് മാത്രമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ മൈദ എത്രയാണോ എടുത്തിട്ടുള്ളത് ആ ഒരു സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്കിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഞാൻ ഒന്നും കൂടെ അടിച്ചെടുത്ത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ലൂസിൽ തന്നെയാണ് കേട്ടോ കിട്ടേണ്ടത്. നല്ല കറക്റ്റായിട്ട് തന്നെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ലൂസായിട്ട് പോകരുത്, എന്നാൽ ഒരുപാട് തിക്കായിട്ട് നമ്മുടെ ബാറ്റർ ഉണ്ടാവരുത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ആദ്യം ഒരു ദോശ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതുപോലെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാനിലേക്ക് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് കട്ടിയിൽ മാവ് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പാകത്തിന് നോക്കിയിട്ട് നിങ്ങൾ മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം ഇതിനൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ആ ദോശയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മസാല ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുക്കരുത്. അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഇതേ ഒരു രീതിയിലാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ മസാലയും വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയിൽ വെച്ച് കൊടുക്കരുത്. അപ്പോൾ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കൊന്ന് ലെവലാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ദോശയുടെ ബാറ്ററിനെ ഇതിൻ്റെ സൈഡിലൂടെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി മറ്റേ സൈഡ് ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു സൈഡ് ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ അതോടെ ഒട്ടിക്കിട്ടും. പിന്നെ പുറത്തോട്ടൊന്നും നമ്മുടെ ഫില്ലിങ് വരില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് സൈഡൊക്കെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് മറ്റേ സൈഡിലൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ നമ്മൾ ഈ ഒരു മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു സൈഡിലാണ് ആദ്യം ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് തന്നെ ഒട്ടി നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഹാഫ് ഭാഗം മാത്രമാണ് ഇപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് നല്ലപോലെ ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമ്മളെ ഫില്ലിങ് ഇതിന് മുകളിലും വെച്ച് കൊടുക്കാം. സൈഡിൽ ഒട്ടിച്ചെടുക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് വിട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് മുഴുവനായിട്ടും അതേ ഒരു രീതിയിൽ ഞാനിവിടെ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് സൈഡിലൂടെയും കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിനെ ഇങ്ങോട്ടേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അവിടെ 2 ലെയറായിട്ട് മാത്രമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 3-4 ലെയർ ചെയ്തെടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീണ്ടും മറ്റേ സൈഡിൽ നമുക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേ ഒരു രീതിയിൽ തന്നെ ലെയർ ആക്കിയിട്ട് എടുക്കാം.
അപ്പോൾ ആ ഒരു സൈഡും കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരു സെയിം രീതിയിൽ തന്നെ ഞാനിവിടെ വേറൊരു പലഹാരം കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ കുറച്ചൊരു മല്ലിയില വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടയൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തോ അല്ലെങ്കിൽ മല്ലിയിലൊക്കെ വെച്ച് കൊടുത്തിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. നമ്മളിതിലേക്ക് ഒരുപാട് ഓയിലോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ആ ഒരു മസാല വഴറ്റിയെടുക്കാനുള്ള എണ്ണ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിനെ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ലെയറായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരം കിട്ടുന്നത്. അപ്പോൾ മൊഞ്ചത്തി മടക്ക് എന്നുള്ള പേരിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല വൈറലായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഒരുപാട് എണ്ണയിലൊന്നും മുക്കി പൊരിച്ചെടുക്കാത്തതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല ധൈര്യമായിട്ട് തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 4-5 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തതും ഇതേ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കറക്റ്റ് ബാറ്റർ വെച്ചിട്ട് നമുക്ക് 3 തരം പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ടുണ്ടാവും. ഇതുപോലെ 2 ലെയർ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതുപോലെ തന്നെ എണ്ണയിൽ അധികം മുക്കി പൊരിക്കാത്ത രീതിയിലും അതുപോലെ തന്നെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ടൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഇഫ്താർ സ്നാക്കിൻ്റെയും ഒരുപാട് ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിലൊക്കെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ 2 മണിക്കാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ആ ഒരു 4 മണി ടൈമിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുക.